Functions. A large program can be divided into small logical units. Function is a small unit with a name which can perform a definite work. Functions are divided into two: built-in function and user-defined function. Built-in function is also known as library function. First case, built-in function or library function. Python have a variety of libraries for various applications such as scientific computation, graphics, networking, etc. To get a service of a function, we have to instruct the compiler to load the corresponding function library to the RAM. Python എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒരുപാട് ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, മാത്ത് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ഈ മാത്ത് എന്ന് പറയുന്ന ലൈബ്രറിക്കകത്ത് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, സൈനെക്സ്, കോസെക്സ് എക്സെട്ര. അപ്പോൾ ഒന്നുകിൽ നമ്മൾ സൈനെക്സ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ മാത്ത് എന്ന് പറയുന്ന ലൈബ്രറി ഒന്നിച്ച് ഇമ്പോർട്ട് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻ സൈനോ കോസോ ഏതാണ് ആവശ്യം വെച്ചാൽ അത് റൺ ചെയ്യാൻ സാധിക്കും. Examples of built-in functions. Math is an library in Python. Math is a library in Python. So there are a lot of built-in function in this library. Synex എന്ന് പറയുന്നത് മാത്ത് എന്ന് പറയുന്ന ലൈബ്രറിക്കകത്തുള്ള ഒരു ഫംഗ്ഷൻ ആണ് സൈനെക്സ്. സോ ഫസ്റ്റ് നമുക്ക് സൈനെക്സ് ആണ് നമ്മൾ കാൽക്കുലേഷനിൽ ഉപയോഗിക്കുന്നത്. പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സൈനെക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സൈനെക്സ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ മാത്രം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു ആൻഡ് വി ആർ ഡൂയിങ് ദാറ്റ്. അതിനു വേണ്ടിയുള്ള സിൻടാക്സ് ആണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. ഫ്രം മാത്ത് ഇമ്പോർട്ട് സൈൻ, പ്രിന്റ് സൈനെക്സ്. ഫ്രം മാത്ത് ഇമ്പോർട്ട് സൈൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടിംഗ് ഫംഗ്ഷൻ സൈനെക്സ് അലോൺ ഫ്രം ദ മാത്ത് ലൈബ്രറി. മാത്ത് എന്ന് പറയുന്ന ലൈബ്രറിയിൽ നിന്ന് സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രം ഇമ്പോർട്ട് ചെയ്യാനുള്ള സിൻടാക്സ് ആണ് ഫ്രം മാത്ത് ഇമ്പോർട്ട് സൈൻ. ദെൻ വി ക്യാൻ യൂസ് ദിസ് പ്രിന്റ് സൈനെക്സ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ഇമ്പോർട്ട് ദ എൻറ്റയർ മാത്തമാറ്റിക്കൽ ലൈബ്രറി. സൈനെക്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ അല്ലാതെ മാത്ത് ലൈബ്രറി ഒന്നിച്ച് ഇമ്പോർട്ട് ചെയ്യുക. അതിനുള്ള ഒരു സിൻടാക്സ് ആണ് ഫ്രം മാത്ത് ഇമ്പോർട്ട് ആസ്റ്ററിക്. ഫ്രം മാത്ത് ഇമ്പോർട്ട് ആസ്റ്ററിക്, ദെൻ പ്രിന്റ് സൈൻ ഓഫ് എക്സ്, കോസ് ഓഫ് എക്സ്. ഫ്രം മാത്ത് ഇമ്പോർട്ട് ആസ്റ്ററിക് എന്ന് പറയുന്ന സിൻടാക്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സൈനെക്സ് എടുക്കാം, കോസ് എക്സ് എടുക്കാം. മാത്ത് ലൈബ്രറിയിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, ആ ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, സൈനെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് പകരം മാത്ത് ലൈബ്രറി ഒന്നിച്ച് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ച് ചെയ്യാം. ഇത് ചെയ്യാനുള്ള അനദർ മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ട് മാത്ത്, പ്രിന്റ് മാത്ത് ഡോട്ട് സൈനെക്സ്, പ്രിന്റ് മാത്ത് ഡോട്ട് കോസെക്സ്. ഇത് മാത്ത് ലൈബ്രറി ഒന്നിച്ച് ഇമ്പോർട്ട് ചെയ്ത് സൈനെക്സും കോസെക്സും ഒക്കെ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണിത്. ഇമ്പോർട്ട് മാത്ത്, പ്രിന്റ് മാത്ത് സൈനെക്സ്, പ്രിന്റ് മാത്ത് കോസെക്സ്. ഇതേ ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ തന്നെ നമുക്ക് മറ്റൊരു മെത്തേഡിൽ കൂടി ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്: ഇമ്പോർട്ട് മാത്ത് ആസ് എം, പ്രിന്റ് എം ഡോട്ട് സൈനെക്സ്, പ്രിന്റ് എം ഡോട്ട് കോസെക്സ്. ഇസ് ആൾസോ അനദർ മെത്തേഡ് ടു ഡു ദ സെയിം തിങ്. ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഫ്രം മാത്ത് ലൈബ്രറി. മാത്ത് ലൈബ്രറിക്കകത്ത് സൈനെക്സും കോസെക്സും അല്ലാതെ തന്നെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. വി ക്യാൻ ഡിസ്കസ് ഓൾ ദീസ് തിങ്സ്. സീൽ ഓഫ് എക്സ്. സീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സീലിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇസ് എ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൗണ്ട് എ നമ്പർ ടു ദ നെക്സ്റ്റ് ഇൻറ്റിജർ. ഒരു നമ്പറിനെ നെക്സ്റ്റ് ഇൻറ്റിജറിലോട്ട് റൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് സീലെക്സ് എന്ന് പറയുന്നത്. ഫ്രം മാത്ത് ഇമ്പോർട്ട് ആസ്റ്ററിക്, നമ്മളതിനെ മാത്ത് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തു. ദെൻ എക്സ് അസൈൻ 12.8, വൈ അസൈൻ 12.3. ഇതിന് നമ്മൾ നോർമൽ റൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ 12.8 റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 13 എന്നായിട്ട് മാറും. 12.3 റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 ആണ് മാറുക. പക്ഷെ സീൽ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടും 13 ആയിട്ടാണ് മാറുക. 12.1 ആയാലും 12.8 ആയാലും 12.9 ആയാലും നെക്സ്റ്റ് ഇൻറ്റിജർ എന്ന് പറയുന്നത് 13 ആണ്. അതിലൂടെയാണ് മാറുക. ആൻഡ് ദാറ്റ് നമ്പർ വിൽ ബി ഇൻ ഫ്ലോട്ടിംഗ് പോയിന്റ്. Print CLX, print seal of y. So it returns the smallest integer greater than or equal to x. 12.8 ശേഷമുള്ള 12.8 മുകളിലുള്ള സ്മോളസ്റ്റ് ഇൻറ്റിജർ, അല്ലെങ്കിൽ 12.3 മുകളിലുള്ള സ്മോളസ്റ്റ് ഇൻറ്റിജർ.
അതിലോട്ടാണ് അത് റിട്ടേൺ ചെയ്യുക. ഇറ്റ് റിട്ടേൺസ് ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. നമ്മൾ തന്നിരിക്കുന്ന നമ്പർ 12.8 or 12.3 or 12.1 whatever be the number, അത് കഴിഞ്ഞിട്ടുള്ള ഇൻറ്റിജർ ദ നെക്സ്റ്റ് ഇൻറ്റിജറിലോട്ടാണ് ഇത് റൗണ്ട് ചെയ്യപ്പെടുക. ദാറ്റ് ഇസ് ഇറ്റ് റിട്ടേൺസ് ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ഫ്ലോർ ഓഫ് എക്സ്. സീൽ എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഫ്ലോറിന്റെ മീനിങ്, നോർമൽ മീനിങ് നമുക്കറിയാം. അപ്പർ നമ്പറിലോട്ട് മാറുന്നതിന് പകരം ലോവർ നമ്പറിലോട്ടാണ് മാറുക. അതായത് 12.8 താഴെയുള്ള ഇൻറ്റിജറിലോട്ട് തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ ഇറ്റ് ഈസ് 12. 12.3 സംബന്ധിച്ചിടത്തോളം അതിന് താഴെയുള്ള ഇൻറ്റിജർ എന്ന് പറയുന്നത് ഇറ്റ്സ് 12. സോ 12 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി 12. 11.9 കൊടുത്തു കഴിഞ്ഞാൽ അത് 11ലോട്ട് റൗണ്ട് ചെയ്യപ്പെടും. സോ തൊട്ട് താഴെയുള്ള ഇൻറ്റിജറിലോട്ടാണ് റൗണ്ട് ചെയ്യപ്പെടുക. ഇറ്റ് റിട്ടേൺസ് ദ ലാർജസ്റ്റ് ഇൻറ്റിജർ less than or equal to x. It returns the largest integer less than or equal to x. മാത്തമാറ്റിക്കൽ ലൈബ്രറിയിലുള്ള മറ്റു ഫംഗ്ഷനുകളാണ് ഫാബ്സ് ഓഫ് എക്സ്. എഫ് അബ്സല്യൂട്ട് ഓഫ് എക്സ് റിട്ടേൺസ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്. ഫാക്ടോറിയൽ ഓഫ് എക്സ് റിട്ടേൺസ് ദ ഫാക്ടോറിയൽ ഓഫ് എക്സ്. എഫ് മോഡ് ഓഫ് എക്സ് കോമ വൈ റിട്ടേൺസ് ദ റിമൈൻഡർ ഇൻ എക്സ് ബൈ വൈ. exp of x or exponential of x returns the e raised to x. sqrt of x, square root of x, returns the square root of x. Sin of x returns the sin of x. Sin h of x returns the hyperbolic sin of x. നമ്മളിപ്പോൾ മാത്ത് ലൈബ്രറിയാണ് ഡിസ്കസ് ചെയ്തത്. മാത്ത് ലൈബ്രറിയിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആ ഫംഗ്ഷനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മാത്ത് ലൈബ്രറിയെ ഒന്നിച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇതല്ലാത്ത ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസുകൾ അവൈലബിൾ ആണ്. സോ ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ജനറൽ ഫംഗ്ഷൻസ്. These are the functions defined in general library. In this case, there is no need of any import statement. ആ ഫംഗ്ഷനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ലൈബ്രറിയെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ആ ഫംഗ്ഷൻ അങ്ങ് ഉപയോഗിക്കാം. അത്തരം ഫംഗ്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറൽ ഫംഗ്ഷൻസ്. ഇതും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ തന്നെയാണ്. CHR of I returns a character string with ASCII code I. പ്രിന്റ് CHR of 97 എന്ന് പറഞ്ഞാൽ നമുക്ക് എ എന്നാണ് ഡിസ്പ്ലേ ആവുക. എ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ആസ്കി കോഡാണ് 97. സോ ഇറ്റ് റിട്ടേൺസ് എ ക്യാരക്ടർ സ്ട്രിംഗ് വിത്ത് ആസ്കി കോഡ് I. len of x returns the number of item in a list. X assign 2, 6, 7, 4 ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ലിസ്റ്റാണ്. ഈ തന്നിരിക്കുന്നത് ഒരു ലിസ്റ്റാണ്. പ്രിന്റ് len ഓഫ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് ആണ് മെഷർ ചെയ്യുക, അഥവാ ഇതിനകത്ത് എത്ര ഐറ്റംസ് ഉണ്ട് എന്നാണ് ഇത് കൗണ്ട് ചെയ്യുക. 4 ഐറ്റംസ് ആണുള്ളത്. സോ ആ ഒരു 4 എന്ന് പറയുന്ന ഐറ്റമാണ് ഡിസ്പ്ലേ ചെയ്തത്. നൗ y assign ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഒരു കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്നു. സോ ബ്യൂട്ടിഫുൾ ഈസ് എ സ്ട്രിങ്. പ്രിന്റ് len ഓഫ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 എന്ന് പറയുന്നത്, അതായത് ഒരു സ്ട്രിങ്ങിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. len ഓഫ് x മീൻസ് റിട്ടേൺസ് ദ നമ്പർ ഓഫ് ഐറ്റം ഇൻ എ ലിസ്റ്റ് ഓർ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ എ സ്ട്രിങ്. Max of x returns the highest value, maximum value from a list. Min of x returns the lowest value from a list. Long of x converts string or number to long integer. Long of x എന്ന് പറഞ്ഞാൽ it converts a string or a number to long integer. Long of x നെ len of x നുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. It is not length. Round of x, n returns the floating point value rounded to n digits. If n is omitted, it will be assumed as 0. നമ്മൾ നോർമൽ റൗണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് റൗണ്ട് ഓഫ് x, n.
ഈ n എന്ന് പറയുന്നത് നമുക്ക് 0 1 2 3 എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ n-ന് ഒന്നും കൊടുത്തില്ല എങ്കിൽ അത് 0 ആണെന്നാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദിസ് എ പ്രോഗ്രാം x assign round of 23.458. ഇപ്പോൾ നമ്മൾ കോമ 1 എന്നോ കോമ 0 എന്നൊന്നും കൊടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടർ മനസ്സിലാക്കുക ഇറ്റ് ഇസ് 0. അപ്പോൾ അത് ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു നമ്പറും ഉണ്ടാവില്ല. ആ രീതിയിലോട്ടാണ് റൗണ്ട് ചെയ്യുക. 23 എന്നതിലോട്ട് റൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ 23.0 എന്നായിട്ട് അത് റൗണ്ട് ചെയ്യപ്പെടും. നൗ ഇപ്പോൾ ഞാൻ കോമ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് ഉണ്ടാവും. ആ രീതിയിലോട്ടാണ് റൗണ്ട് ചെയ്യുക. സോ 23.458 എന്നതിന് കോമ 1 മീൻസ് ഇറ്റ് വിൽ ബി 23.5. ഇവിടെ കോമ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റിന് ശേഷം 2 പോയിന്റാണ് ഉണ്ടാവുക. സോ 23.46 എന്ന രീതിയിലോട്ട് അത് റൗണ്ട് ചെയ്യപ്പെടും. സോ ഇതാണ് ഈ ഒരു പ്രോഗ്രാം. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്, ലൈബ്രറി ഫംഗ്ഷനാണ്, കമ്പ്യൂട്ടറിന് അകത്തുള്ള ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആ ഫംഗ്ഷനെയോ ആ ലൈബ്രറിയോ ഇമ്പോർട്ട് ചെയ്തിട്ട് ജനറൽ ലൈബ്രറി ആണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാതെയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫംഗ്ഷനുകളെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത കാറ്റഗറിയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ യൂസറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രാം എഴുതുന്നതിന്റെ ഭാഗമായി, ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഭാഗമായി, ഒരു പ്രോഗ്രാമിന്റെ സോഴ്സ് കോഡ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിലൊരു ചെറിയ പാർട്ടിനെ ഒരു സബ് പ്രോഗ്രാമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബേസിക്കലി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സബ് പ്രോഗ്രാം വിത്തിൻ എ മെയിൻ പ്രോഗ്രാം. It's a subprogram within a main program. The subprogram is made by the user and hence the name user-defined function. The naming rules are same as that of a variable. ഒരു വേരിയബിൾ നെയിം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിയമങ്ങളും ഇവിടെ പാലിക്കേണ്ടതാണ് ഈ ഒരു ഫംഗ്ഷൻ നെയിം ചെയ്യുന്ന കേസിൽ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫ്രം അതർ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം വെനെവർ റിക്വയർഡ്. നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷന് ചെറിയൊരു പാർട്ട് ഓഫ് ദ ഫംഗ്ഷന് നമ്മളൊരു പേരെല്ലാം കൊടുത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന്റെ മറ്റു ഭാഗങ്ങളിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എക്സാമ്പിൾ പ്രോഗ്രാമാണ്. DEF എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്. സോ DEF ക്യൂബ് ഓഫ് എക്സ് കോളൻ, ഇത് ഇതിന്റെ ഒരു സിൻടാക്സ് ആണ്. ഇനി ക്യൂബ് CUBE എന്ന് പറയുന്നത് നമ്മൾ നൽകുന്ന പേരാണ്, യൂസർ നൽകുന്ന പേരാണ്. CUBE എന്നതിന് പകരം മറ്റു പേരും വേണമെങ്കിൽ കൊടുക്കാം. റിട്ടേൺ x ഇൻറ്റു എക്സ്. മറ്റൊന്ന് DEF SQR ഓഫ് എക്സ്, റിട്ടേൺ x ഇൻറ്റു എക്സ്. ഇവിടെ CUBE എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്ന യൂസറാണ്, SQR എന്ന് പറയുന്ന പേരും കൊടുത്തിരിക്കുന്ന യൂസറാണ്. ഇതുകൊണ്ട് CUBE എന്ന് പറയുന്ന ടേം കൊണ്ട് യൂസർ മനസ്സിലാക്കുന്നത് അത് എക്സിന്റെ ക്യൂബാണ് നമുക്ക് അവിടെ കിട്ടേണ്ടതുണ്ട്. SQR എന്ന് പറയുന്നത് നമുക്ക് എക്സിന്റെ സ്ക്വയർ ആണ് അവിടെ ലഭിക്കേണ്ടത്. ആ രീതിയിലുള്ള രണ്ട് യൂസർ ഡിഫൈൻ ഫംഗ്ഷനുകൾ ഇവിടെ ഉണ്ട്. ഇനി y assign input, enter the number, print cube of the number is cube of y, print square of the number is square of y. ഇനി ശ്രദ്ധിക്കുക, ഈ പ്രോഗ്രാം എവിടെ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ റിസൾട്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് താഴോട്ടാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ടാവുക. റിസൾട്ട് ഓൺ എക്സിക്യൂഷൻ ഇവിടെ ശ്രദ്ധിക്കുക. എൻ്റർ ദ നമ്പർ എന്ന് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതാണ് ആദ്യം ഡിസ്പ്ലേ ആകുന്നത്. സോ ദാറ്റ് മീൻസ് പ്രോഗ്രാം ഇവിടെ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ആകുന്നത്. y assign input, enter the number. ഇവിടെ എൻ്റർ ദ നമ്പർ എന്ന് പറഞ്ഞു, നമ്മൾ 2 എന്ന് പറയുന്ന നമ്പർ എൻ്റർ ചെയ്തു. ദെൻ അടുത്ത ലൈൻ പ്രിന്റ് ക്യൂബ് ഓഫ് ദ നമ്പർ ഈസ് ക്യൂബ് ഓഫ് y. ക്യൂബ് ഓഫ് ദ നമ്പർ ഈസ് എന്നിവിടെ ഡിസ്പ്ലേ ആവും. ദെൻ ക്യൂബ് ഓഫ് y എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നേരത്തെ ക്യൂബ് ഓഫ് എക്സ്, ഇവിടെ നമുക്ക് എന്ത് ലെറ്ററും കൊടുക്കാം, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ക്യൂബ് ഓഫ് y എന്ന് നമുക്ക് കൊടുക്കാം, നോ ഇഷ്യൂസ്. ബിക്കോസ് ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഡമ്മി വേരിയബിൾ ആണ്, അതുകൊണ്ട് ആ നമ്പർ ലെറ്റർ നമുക്ക് കൊടുക്കാതിരിക്കാം. ഈവൻ വി ക്യാൻ കീപ് ഇറ്റ് ആസ് എംപ്റ്റി ഓൾസോ. സോ ഇതിലോട്ട് പോവും. നമ്മൾ വൈയിൽ എടുത്തിരിക്കുന്ന വാല്യൂവിൻ്റെ ക്യൂബാണ് ഇവിടെ വരിക. അങ്ങനെയാണ് ഇവിടെ 8 എന്ന് വന്നത്. നെക്സ്റ്റ് പ്രിന്റ് സ്ക്വയർ ഓഫ് ദ നമ്പർ ഈസ് എന്ന് പറയുമ്പോൾ ഇത് ഡിസ്പ്ലേ ആവും. ദെൻ SQR ഓഫ് y എന്ന് പറയുമ്പോൾ സ്ക്വയറിലോട്ട് കാൾ ചെയ്യും. ദെൻ ആ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യും, എക്സ് സ്ക്വയർ, അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ വരിക. ഇതാണ് ഇതിൻ്റെ ഒരു രീതി.
ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യൂബ് ഓഫ് എക്സ് എന്ന്, അല്ലെങ്കിൽ SQR ഓഫ് എക്സ് എന്ന് നമ്മൾ കൊടുത്തിരുന്നു. ആ എക്സ് അവിടെ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. The variable used in the function definition is called dummy argument. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് dummy argument. It can be omitted if there is no transfer of data from main program to the function. ഈവൻ അവിടെ നമ്മളൊന്നും കൊടുക്കാതെ ജസ്റ്റ് പാരന്തസ് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. പിന്നെ ജനറൽ സിൻടാക്സ് DEF ഫംഗ്ഷൻ നെയിം. DEF എന്ന് പറയുന്ന കീവേഡ് ആണ്, നമുക്ക് മാറ്റാൻ കഴിയില്ല. ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് എന്തും നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം ഫംഗ്ഷൻ നെയിം ആയിട്ട്. അതിനകത്ത് ഡമ്മി ആർഗ്യുമെന്റ് ഇഫ് എനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫംഗ്ഷൻ ബോഡി, ദെൻ റിട്ടേൺ നെയിം ഓഫ് ആർഗ്യുമെന്റ്. അടുത്തൊരു പ്രോഗ്രാം ചെക്ക് ചെയ്യാം. DEF SQ എന്ന് എഴുതിയിട്ട് നമ്മൾ ജസ്റ്റ് 2 പാരന്തസ് കൊടുക്കുകയാണ്. അതിനകത്തൊന്നും ഇല്ല, ഇറ്റ്സ് എംപ്റ്റി. X assign input, enter the number, print X into X. Print demonstration of the function SQ parenthesis print thank you. ഇനി ഈ പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് എക്സിക്യൂഷൻ പാർട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം വരുന്നത് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഫംഗ്ഷൻ. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രിന്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നിടത്താണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്സിക്യൂഷൻ സമയത്ത് അവിടെയാണ് ആദ്യം അതാണ് വരുന്നത്, പ്രിന്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഫംഗ്ഷൻ. ദെൻ അടുത്ത ലൈനിൽ എന്താ SQ ഓഫ് എന്നാണ്. അപ്പോൾ നേരെ ഇവിടെ നമ്മൾ കാൾ ചെയ്യുമ്പോൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ SQലോട്ട് പോകും. പിന്നെ ആ ഫംഗ്ഷൻ അകത്തുള്ള കാര്യങ്ങളാണ് റൺ ചെയ്യുന്നത്. X assign ഇൻപുട്ട് എൻ്റർ ദ നമ്പർ. അപ്പോൾ പിന്നീടാണ് എൻ്റർ ദ നമ്പർ എന്ന് വരുന്നത്. നമ്മളവിടെ 10 എന്ന് കൊടുക്കുന്നു. പ്രിന്റ് X into X മീൻസ് 10² പ്രിന്റ് ചെയ്യുന്നു. 100 എന്ന് വന്നു. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് പോവുക? അത് കഴിഞ്ഞാൽ വീണ്ടും SQലോട്ടാണ് പോവുക. SQ ആൾറെഡി കംപ്ലീറ്റഡ്. സോ നെക്സ്റ്റ് ലൈൻ മീൻസ് പ്രിന്റ് താങ്ക് യു എന്നുള്ളതാണ് പ്രിന്റ് ആകുന്നത്. ആ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തൊരു പ്രോഗ്രാം പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. നമുക്കറിയാം ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ, ജനറലി ഒരു വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം V = U + AT, അല്ലെങ്കിൽ S = UT + ½ AT². ഫ്രീലി ഫാളിംഗ് ബോഡിന്റെ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി U ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പം നമുക്കത് ഒമിറ്റ് ചെയ്യാം ഇക്വേഷനിൽ നിന്ന്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്. ATക്ക് പകരം GT എന്നാണ് നമ്മൾ എഴുതുക. സോ V = U + GT ഓർ V = GT എന്ന് എഴുതാം. S = UT + ½ GT². U 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ½ GT² എന്ന് എഴുതാം. ഈ 2 ഇക്വേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നൗ വി ആർ ഡിഫൈനിങ് DEF VL എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയുടെ ടേം കൊടുത്തു. പാരന്തസിനകത്ത് T എന്ന് കൊടുത്തു. U assign 0, V assign U + 9.8 into T. ഇത് അല്ലെങ്കിൽ സിമ്പിളായിട്ട് 9.8 into T എന്നും കൊടുക്കാം. ദെൻ റിട്ടേൺ V. ആ ഒരു ഫംഗ്ഷൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. രണ്ടാമത്തെ ഫംഗ്ഷൻ ഡിഫൈൻ POS ഓഫ് T S = 0.5 into 9.8 into T റിട്ടേൺ S. രണ്ടാമത്തെ ഫംഗ്ഷനും നമ്മൾ ഡിഫൈൻ ചെയ്തു. നൗ പ്രിന്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഫംഗ്ഷൻ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നോക്കുക, പ്രിന്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ലൈനാണ് ആദ്യമായി എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. പ്രിന്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഫംഗ്ഷൻ ഇവിടെ വന്നു. ദെൻ X assign ഇൻപുട്ട് എൻ്റർ ദ ടൈം ഇൻ്റർവെൽ. എൻ്റർ ദ ടൈം ഇൻ്റർവെൽ എന്ന് വന്നു. നമ്മളവിടെ ടൈം ഇൻ്റർവെൽ കൊടുത്തു 1.2 എന്ന് കൊടുത്തു. 1.2 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് വാല്യൂ കിട്ടി. ഇനി അടുത്ത ലൈനിൽ നിന്നുള്ള പ്രിന്റ് വെലോസിറ്റി ഈക്വൽ ടു, വെലോസിറ്റി ഈക്വൽ ടു എന്ന് ഡിസ്പ്ലേ ചെയ്യപ്പെട്ടു. വെലോസിറ്റി ഓഫ് എക്സ്. വെലോസിറ്റി ഓഫ് എക്സ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിലോട്ട് പോകും വെലോസിറ്റി ഓഫ് ടി. ദെൻ ഇവിടെ U assign 0. ഇത് ഈ രീതിയിൽ വർക്ക് ചെയ്യും. വി വിൽ ഗെറ്റ് ദ വെലോസിറ്റി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത DEFലോട്ട് പോവില്ല. അതിന് പകരം ഇതിലോട്ട് തന്നെ തിരിച്ചു വന്ന് നെക്സ്റ്റ് ലൈനിലോട്ട് പോകും. പ്രിന്റ് പൊസിഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞു. ദെൻ പൊസിഷൻ ഓഫ് എക്സ്. പൊസിഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോവുക, ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോസ് ഓഫ് T എന്ന് പറയുന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലോട്ട് പോകും. അത് വർക്ക് ചെയ്യും ആൻഡ് വി വിൽ ഗെറ്റ് ദ റിസൾട്ട് ഹിയർ. അതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. നൗ ലെറ്റ് us discuss local variable and global variable. Local variable and global variable. A variable
ഡിഫൈൻഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ ഈസ് കാൾഡ് ലോക്കൽ വേരിയബിൾ. ഒരു ഫംഗ്ഷൻ അകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത വേരിയബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോക്കൽ വേരിയബിൾ. ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനകത്ത് നമ്മളൊരു വേരിയബിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിൾ നോർമലി അടുത്ത രണ്ട് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ യൂസർ ഡിഫൈൻ ഫംഗ്ഷനകത്ത് അത് വർക്ക് ചെയ്യില്ല. പ്രോഗ്രാമിനകത്ത് മറ്റൊരു സ്ഥലത്തും അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ അകത്ത് മാത്രമേ ആ വേരിയബിൾ വർക്ക് ചെയ്യുള്ളൂ. സോ വി കാൾ ഇറ്റ് ആസ് എ ലോക്കൽ വേരിയബിൾ. വേരിയബിൾ ഡിഫൈൻ ഇൻസൈഡ് എ ഫംഗ്ഷൻ ഈസ് കാൾഡ് ലോക്കൽ വേരിയബിൾ. ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ. Now, second case is global variable. A variable defined in one function can be made available in another function. നമ്മൾ ഒരു ഫംഗ്ഷൻ അകത്ത് ഡിഫൈൻ ചെയ്ത ഒരു വേരിയബിളിനെ രണ്ടാമത്തെ ഫംഗ്ഷൻ അകത്തും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വേരിയബിൾ. ഇറ്റ് ഈസ് പോസിബിൾ, നമുക്കത് ചെയ്യാൻ സാധിക്കും. അതിന് ചില കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു വേരിയബിളിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനുകളെ ഒരു പെർട്ടിക്കുലർ രീതിയിലാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ രണ്ടാമത്തെ ഫംഗ്ഷൻ അകത്തും നമുക്കതിനെ യൂസ് ചെയ്യാൻ സാധിക്കും. അത്തരം വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വേരിയബിൾ. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഗ്ലോബൽ. Let us see the example for application of a global variable. Define def read parenthesis കൊടുത്തു. ഗ്ലോബൽ tug എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ഗ്ലോബൽ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. g equal to 9.8, u comma t equal to input, enter the initial velocity and time interval. Next, define velocity of t. അടുത്ത ഫംഗ്ഷൻ അകത്ത് നമുക്കിതിനെ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. v equal to u plus g into t because we used it as a global variable. Return v. അടുത്തത് df position equal to s equal to ut plus 0.5 9.8 into t. Return s. In this case, the variables t, u and g, which is defined inside the first function, is made available inside second and third function. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഗ്ലോബൽ വേരിയബിൾസ് എന്നാണ് പറയുക. അതിനുവേണ്ടി ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. Now, print demonstration of the function. Read, print velocity, പ്രിന്റ് പൊസിഷൻ. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ ഒരു പ്രിന്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് വരും. ദെൻ റീഡ് എന്ന് പറയുമ്പോൾ റീഡിലോട്ട് പോകും. അതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എൻ്റർ ദ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ടൈം ഇൻ്റർവൽ എന്ന് പറയും. അപ്പോൾ വെലോസിറ്റിയും ടൈം ഇൻ്റർവലും നമുക്ക് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ പ്രിന്റ് വെലോസിറ്റി എന്ന് പറയുന്നതിലോട്ട് പോകും. ദെൻ വെലോസിറ്റിയിലോട്ട് വന്നിട്ട് ഈ ഒരു വെലോസിറ്റി എന്ന് പറയുന്ന VEL എന്ന് പറയുന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അതിൻ്റെ റിസൾട്ട് ഇവിടെ വരും. ദെൻ പ്രിന്റ് പൊസിഷൻ എന്ന് പറയുന്നതിലോട്ട് പോകും. ദെൻ POS ഓഫ് ടി എന്ന് പറയുന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലോട്ട് ഇവിടെ നിന്ന് പോവുകയും അതിൻ്റെ റിസൾട്ട് ഇവിടെ വരികയും ചെയ്യും. സോ ദിസ് ഈസ് ദ കേസ്. ഈ രീതിയിലാണ് ഇതിൻ്റെ റിസൾട്ട് വരിക. ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഫംഗ്ഷൻ, എൻ്റർ ദ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ടൈം ഇൻ്റർവൽ. നമുക്ക് 0,1.2 ഞാൻ എൻ്റർ ചെയ്യുന്നു. വെലോസിറ്റി പൊസിഷനും ആ രീതിയിൽ നമുക്ക് കിട്ടും. In this case, you can consider it as a freely falling body because initial velocity നമ്മൾ 0 ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ദിസ് പ്രോഗ്രാം നിങ്ങൾക്ക് ജനറൽ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനീഷ്യൽ വെലോസിറ്റി ഉള്ള കേസിൽ നമുക്ക് ഈ പ്രോഗ്രാം യൂസ് ചെയ്യാൻ സാധിക്കും.